close till I get up. Time is barely on our side. I don't wanna waste what's left. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടേർട്ടിൽസും അതേപോലെ ടോട്ടോയ്സും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ ടോട്ടോയ്സും ടേർട്ടിലും നമ്മുടെ അടുത്ത് മുന്നേ ഉണ്ട്, പക്ഷേ എന്നാലും 2 വെറൈറ്റിയും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ പിന്നെ ഇതിനെയും കൂടി നമ്മളൊന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ നമ്മളൊന്ന് മീർ കാറ്റിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നാൽ മീർ കാറ്റിന് പിന്നെ ഞാനൊരു വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നിൽക്കുന്നുണ്ടോ ആലോചിക്കുന്നൊരു വീഡിയോ, നല്ല രസമാണ്. ജസ്റ്റ് ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് പിന്നെ ടേർട്ടിലിനെ കാണാൻ വേണ്ടി പോവാം. ഇതാണ് നമ്മളെ മീർ കാറ്റ്. മീർ കാറ്റിൻ്റെ കേജ് നമ്മുടെ പുഷ്പേച്ചി ക്ലീൻ ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. പുഷ്പേച്ചിയാണ് മീർ കാറ്റിൻ്റെ ആൾ അല്ലേ അല്ലേ? ആ, ഒന്ന് തൊട്ടെ, ആർക്കും തുടങ്ങുന്നില്ല, പുഷ്പേച്ചിക്ക് വിടാം. ഒന്ന് തടി കൊടുത്തേ, നോക്കട്ടെ. വേണ്ട, വേറെ ആർക്കും തുടങ്ങുന്നില്ല കേട്ടോ. ഇത് ഇവിടെ നമ്മളിവിടെ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഓരോരോ ആൾക്കും ഓരോ സ്പീഷീസാണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് അവർ ആ ജീവിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഞാനെന്താ പറഞ്ഞത്, എല്ലാവരെയും ട്രീറ്റ് കൊടുത്ത് മയക്കലാണ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്ന ആലോചിക്കുന്ന സംഭവം കാണിച്ചു തരാം. ഇതാ ഒരാൾ പറഞ്ഞാണ്, ഒരാളിതാ നല്ല രാജാവിലിരിക്കുന്ന പോലെ മേലിരുന്നിട്ട് പ്രജകളെല്ലാം നോക്കുന്ന പോലെ നോക്കുകയാണ് എന്താണ് മൊത്തത്തിൽ നടക്കുന്നതെന്നുള്ളത്. നല്ല രസമില്ല ഇരുത്തം കാണാൻ വേണ്ടിയിട്ട്. നല്ല നമ്മളെ പഴയ വീട്ടിലെ അപ്പൂപ്പനിലിരിക്കുന്ന പോലെ ഇരിക്കുന്നു അല്ലേ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇവിടെ വരുന്നവർക്ക് ആൾക്കാർ പറയുന്ന കമൻസൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ്ട, സൂക്ഷിച്ചായിരുന്നു. മീർക്കാറ്റ് നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും ആൾക്കാർ ഈ മരപ്പട്ടിന്നും അങ്ങനെയൊക്കെ പറയാം ഇവനെ കാണുമ്പോൾ. അതുപോലെ ഇവർക്ക് നമ്മൾ കേജ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല കുഴിച്ച്, അതുപോലെ അവരുടെ ആക്ടിവിറ്റീസിനൊന്നും ഒരു എന്താ പറയുക വെറുതെ ഇരുന്നിട്ട് മുഷി ഉണ്ടാകുന്നുള്ള രീതിയിൽ തന്നെ കേജും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴി ഉണ്ടാക്കുക, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ ഇവർക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നല്ല മാളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രീഡാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള കണ്ടീഷനിൽ അതിലിടയ്ക്കിടയ്ക്ക് കയറും, എന്നാലും ഇവർ സ്വന്തമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കുഴി ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അതാകുമ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പം നല്ല ഭക്ഷണം കഴിച്ച് ഒന്നും മടിയനായി കിടക്കേണ്ട ആവശ്യമില്ല. അതാ പിന്നെ നല്ല പൂഴി ആയതുകൊണ്ട് വലിയ കുഴി അവർക്ക് എന്തായാലും എടുക്കാൻ കഴിയില്ല. ഇങ്ങനെ കുഴിക്കുന്നോറും അതിങ്ങനെ മൂടി നിൽക്കും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് വരുന്നവരുണ്ടാവും, കൂടുതൽ അങ്ങനെയല്ലേ വരുന്നത്. വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ആക്റ്റീവായിരിക്കും ഈ ജീവികളൊക്കെ. പക്ഷേ ഈ ജീവികൾ ആക്റ്റീവ് ആകുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ വരുന്ന സമയത്ത് അധികം ഉറക്കമായിരിക്കും. നമ്മളിവിടെ ഇവരെന്ന് പറയുന്നത് അധിക ജീവികളും ഭക്ഷണം കഴിച്ചാൽ പിന്നെ നല്ല ഉറക്കമായിരിക്കും. ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അലച്ചെല്ലാം ഇവർ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത് അധിക ജീവികളും. അപ്പോൾ നമ്മളിവിടെ നല്ല ടൈമിന് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടുന്നതുകൊണ്ട് അവർക്ക് നല്ല ഉറക്കവും കാര്യങ്ങളും കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഡോഗ്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഫുഡും നല്ല വർക്കൗട്ടും വന്നു. അതുകൊണ്ട് ഓവർ ബോഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, നല്ല ഫിറ്റായിരിക്കും ആൾ. പക്ഷേ നല്ല ഉറക്കമുണ്ടാവും. ഈ സമയത്ത് വരുന്ന സമയത്ത് ആൾക്കാർ കാണുന്നത് ചിലപ്പോൾ ഉറങ്ങുന്ന സമയമായിരിക്കും. അതൊരു ചെറിയ എന്താ പറയുക, അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും അതിന് മുന്നിൽ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ ആക്ടിവിറ്റി കണ്ടതിന് ശേഷം അടുത്ത കൂട്ടിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടേർട്ടിലിനെ കാണാൻ വേണ്ടി പോവാം. പിന്നെ നമ്മൾ ഡിസ്പ്ലേ ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും, ആ രീതിയിൽ വെച്ചിട്ടുണ്ട്. കാണാൻ നമ്മൾ ടേർട്ടിലിനെ കാണാൻ പോകുന്ന വഴിക്ക് ഒരാളെ മെയിൻറ്റാക്കിയിട്ട് പോവാം. നമ്മളൊരു ഡസ്കി ലോറിൻ്റെ കുട്ടിയാണ് ഇത്. ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നേരിട്ട് എടുക്കാം. ചെറിയെല്ലാം വന്നേ പറക്കാനായി അല്ലേ. നല്ല രസമാണ് ഇത്. 2-3 കളറുള്ളതുകൊണ്ട് സാധാരണ കാണുന്നൊരു ടൈപ്പല്ലല്ലോ. ഹലോ, ഈ ലോറീസ് നന്നായിട്ട് സംസാരിക്കും കേട്ടോ. ഇതെങ്ങനെ തന്നെ വളർത്തി ഇതാക്കാൻ നമ്മൾ വീട്ടിൽ ഒറ്റക്കെല്ലാം വളർത്തുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടൈം ആവുകയും ചെയ്യും, നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും അല്ലേ അല്ലേ. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് നമ്മുടെ പിന്നെ ഫ്രൂട്ട്സും പഴം വെജിറ്റബിൾസ് എല്ലാം വെക്കുന്ന റാക്കാണ്. എന്നാൽ എലി കയറുന്നതിന് വേണ്ടിയിട്ട് ചെറിയ മെഷാക്കി വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തില്ലേ. അങ്ങനെ എവിടുന്ന് ഒരു പിന്നെ എന്താ പറയുക, അഥവാ ഇനിയിപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്താൻ പറ്റി ഇങ്ങനെ ഈ പഴയിൽ ഇവിടെ മുട്ടിപ്പോയെങ്കിൽ ആ ഭാഗം ചിലപ്പോൾ എലി എടുത്തുണ്ടാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എഗ്ഗ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വെക്കാം.
അതുപോലെ നമ്മുടെ സീഡ്സ്, പെല്ലറ്റ്സ്, പിന്നെ ഇതെല്ലാം വെക്കുന്ന റാക്കും കാര്യങ്ങളും, പിന്നെ കുറേ ബോട്ടിലും കാര്യങ്ങളെല്ലാം നീ കാണുന്ന കേട്ടോ. എല്ലാം ഫുഡാണ്, കംപ്ലീറ്റ് ഫുഡ് ഐറ്റംസാണ്. പിന്നെ അതാണ് നമ്മുടെ ചെറിയൊരു കിച്ചൺ, നമ്മൾ ഇവർക്ക് കുക്ക് ചെയ്യുന്നത്, ഡോഗിന് ഫുഡ് ഉണ്ടാക്കുന്നത്, അതുപോലെ കുതിരൻ്റെ ഫുഡ് ചെയ്യുന്നത്, അതൊക്കെ. അപ്പോൾ നമ്മളെ കുക്കറിൻ്റെ മൂടുണ്ടോ, കുക്കർ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നെല്ലാം എന്താ പറയുക, കുക്കർ നമുക്ക് അത്രയും വലിയ കുക്കറിലാണ് നമ്മളെ പരിപാടിയാണ്. ഓക്കെ, സംഭവം ഇങ്ങനെ എല്ലാം ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുമ്പോൾ കാണിച്ചത് കേട്ടോ. ആയിക്കാ, ഇതാ നമ്മളെ പിന്നെ സ്വന്തക്കാണ് നമ്മളെ വീഡിയോ വീഡിയോ കണ്ടാ സ്റ്റേഷൻ്റെ വീഡിയോ കണ്ടിനാ എപ്പോൾ മൂപ്പരാ നമ്മുടെ പള്ളി നമ്മളിവിടെ ഒരു പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളിലാക്കി അവരെ ഇൻചാർജ് നമ്മൾ കേട്ടോ. നല്ല ചെയ്യും, അതന്നെ നമ്മളെ ഡ്യൂട്ടി നന്നാക്കാൻ വേണ്ടി ചെയ്യും. അത്ര നല്ല പിന്നെ അപ്പോൾ പിന്നെ ഓരോന്നിനുള്ള സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. അതേപോലെ ഓരോ ഫുഡ് തീർന്നാലും ഓർഡർ ചെയ്യേണ്ടത് എല്ലാം സിസ്റ്റമാറ്റിക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഓരോരോ ദിവസം കൊടുക്കേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, സപ്ലിമെൻറ്റ്സ്, അതിന് പിന്നെ ലിസ്റ്റ് ഉണ്ട്. അത് ത്രൂ മാത്രമാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത് കേട്ടോ. എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടെയാണ് അതിൻ്റെ സജ്ജീകരണങ്ങളാക്കിയത്. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഏതാണെന്നറിയോ, ഫ്ലൈ റിവർ ടേർട്ടിലാണ് ഈ കാണുന്നത്. ഫ്ലൈ റിവർ ടേർട്ടിലെ ഇതിപ്പോൾ ചെറുതാണ്, ഇത് 10-30 കിലോയിലും വെയിറ്റ് വരുന്നൊരു വലുതായി കഴിഞ്ഞാൽ ഇതിന് പിന്നെ പിഗ്നോസ് ടേർട്ടിൽ നിന്നും പറയും കേട്ടോ. ഇതിൻ്റെ മുഖം കണ്ടാ പിഗിൻ്റെ മൂക്ക് പോലെ ഉണ്ടാ, അങ്ങനെ ഉണ്ടല്ലേ ചെറുതായിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. നമ്മുടെ പിന്നെ നമ്മൾ മുന്നേ ഒരു കടലാമൻ്റെ വീഡിയോ ചെയ്തിട്ടില്ലേ, ഏകദേശം അതിൻ്റെ ഒരു ലുക്കില്ലേ കാണുമ്പോൾ നോക്കിയാൽ കണ്ടാ. ശരിക്കും നല്ല വാട്ടർ കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടില്ലേ നല്ല രീതിയിലുള്ള കയ്യും കാലും ആണ് കേട്ടോ. അതുപോലെ അതിൻ്റെ ഷേപ്പും ആ രീതിയിൽ തന്നെ നോക്കിയേ കണ്ടാ. മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. അപ്പം ഇതിന് അക്വേറിയത്തിലിട്ടിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരേ. മറ്റേ ആളിതാ അടിപൊളിയല്ലേ. അത്യാവശ്യം വിലയുണ്ടേ, നല്ല വിലയുള്ള ജീവികളാണ്. പിന്നെ ഈ വില പറഞ്ഞുകൂടെ കുറേ ആൾക്കാരെ കമൻറ്റ് കാണാറുണ്ട്. അതിന് ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അടുത്ത ഏതാണെന്നറിയോ, ഇതിൽ നമ്മൾ എന്തിനാ ചെറുതാകുന്ന ചെറുതാകുമ്പോൾ അത്രയും വില കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വലുതാകുന്നിടത്തോളം ഭയങ്കര റേറ്റ് ആയിരിക്കും, നമുക്ക് താങ്ങാൻ പറ്റാത്ത റേറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറുതിനെ മാത്രം എടുത്തിട്ട് നമുക്ക് എല്ലാത്തിനും ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഇതിൻ്റെ പിന്നെ നെക്ക് നോക്കിയാൽ നോക്കിയാൽ എത്ര വലിയ കഴുത്താന്ന് നോക്കിയാൽ. ഇതാണ് സ്നേക്ക് നെക്ക് പിന്നെ ടേർട്ടിൽ കേട്ടോ. അത് വളഞ്ഞു വെക്കുമ്പോൾ നോക്കിയാൽ അകത്തോട്ട് പോകുന്നത് കേട്ടോ. പാമ്പിനെ പോലെ തന്നെ ശരിക്കും ഇങ്ങനെ അതിങ്ങനെ തല കയറി നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ഗ്യാപ്പും ഉണ്ട് അവിടെ. കണ്ടാ അതൊക്കെ കണ്ടാ, ആ തല ഇങ്ങോട്ടേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടാ. നോക്കിയാ അതിൻ്റെ അകത്ത് കയറി നിന്നു, ഭയങ്കര രസമില്ലേ. അതേപോലെ ഇതിന്റെ ഷേപ്പ് ഉണ്ട്, നമ്മളൊരു എഗ്ഗിന്റെ ആകൃതിയാണ്, മുട്ടേന്റെ ആകൃതി അല്ലേ. ശരിക്കും നോക്കിയേ എന്തെല്ലാം തരം ജീവികളാണെന്നറിയോ, ഒരു രക്ഷയില്ല. എല്ലാം നമുക്കിങ്ങനെ വാങ്ങിക്കാനും വളർത്താനും തോന്നും. നമ്മളെ ഇവിടെ നിയമപരമായിട്ട് പറ്റാത്തതുകൊണ്ടാണ് പല സാധനങ്ങളും നമ്മൾ വളർത്താത്ത കേട്ടാ. ഓക്കെ, പിന്നെ ഇവരെല്ലാം പിന്നെ പക്ക വെജിറ്റേറിയൻ ആണ്. അതേപോലെ നമ്മുടെ അക്വേറിയത്തിൽ ഇതാ സെറ്റാക്കിയിട്ടുണ്ടേ കല്ലും പിന്നെ നമ്മളിതെല്ലാം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം വലിയ താല്പര്യമില്ലാണ്ടുള്ളതായപ്പോയത് ഇവർക്ക് നമ്മൾ വലിയ അക്വേറിയം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വലിയ അക്വേറിയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഇതാ അടുത്താണ് ഇടുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ആക്റ്റീവ് ആണ്. ഓക്കെ, വലിയ താല്പര്യം കാണിച്ചിട്ടില്ലല്ലേ, സാരമില്ല. ഓക്കെ, അത് നീന്തുന്നില്ല വീഡിയോ. അത് വലിയൊരു അക്വേറിയം നമ്മളിവിടെ വെക്കുന്നുണ്ട്, അപ്പോൾ സെറ്റാവും. ഓക്കെ, അപ്പോൾ നമ്മളെ സ്നേക്ക് നെക്കിന് എടുക്കണ്ടേ. സ്നേക്ക് നെക്കിടാം. എൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? ഓക്കെ,
ഇനിയുണ്ടോ ഇതിങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കിക്കൊണ്ടാ സ്നേക്കിനെ പോലെ തന്നെ ഇല്ലേ കാണാൻ. അപ്പോൾ നീ എവിടെ ഇരിക്കും. അടുത്ത ആളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പാറ്റേൺ ഒക്കെ കാണുന്നുണ്ടോ? ഫോക്കസ് ഔട്ട് ആകുന്നുണ്ടോ? നല്ല രസമില്ലേ? എന്താ തല നീണ്ട് വരുന്ന നോക്കിയാൽ കഴുത്ത് എന്താ ഇത്ര വലിപ്പമുണ്ടാവും നമ്മൾ വിചാരിക്കുന്നേ ഇല്ല. നോക്കിയാൽ എൻ്റെ വിരൽ വെക്കുമ്പോൾ മനസ്സിലാവുക എന്താ ആകെ അത് അത്രയും നീളുള്ളൂ. അതിൻ്റെ പുറത്തിനേക്കാളും അതിൻ്റെ ശരീരത്തിനേക്കാളും വലുപ്പം അതിൻ്റെ പിന്നെ കഴുത്തിനുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് നേരെ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ എത്രത്തോളം പിന്നെ ഭംഗിയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതാ കാണുന്നില്ലേ? അതിൻ്റെ ശരീരമാക്കി ഇത്രയേ ഉള്ളൂ. ഹെഡ് നോക്കിയേ, കഴുത്ത് നോക്കിയേ കണ്ടാ. ഓക്കെ, എന്തായാലും അടിപൊളി വെറൈറ്റി ഐറ്റം തന്നെയാണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതിന് നല്ലൊരു പിന്നെ അക്വേറിയം കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ നമ്മളെ പിന്നെ നമ്മൾ മുന്നേയുള്ള കുറച്ചാളുകൾ കാണിക്കണ്ടേ. ഇത് പിക്സി അല്ല, ഇത് പിക്സി അല്ല, ഇത് ബഡ്ജറ്റ്. ഇതൊക്കെ ഇപ്പം നല്ല പിന്നെ എന്താ പറയുക, നമ്മുടെ പഴയ സ്ട്രെസ് കാര്യങ്ങളെല്ലാം പോയി നല്ല ആള് സെറ്റായിട്ടാ. നല്ല ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് അത്യാവശ്യം ഒരു വലുപ്പമായിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്. ശരിക്കും ജെല്ലി കേട്ടാ, ശരിയായ ജെല്ലിയാണ്. ചിലർക്കെല്ലാം കാണുമ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടാ. അങ്ങനെ ആവും. പൊളിയല്ലേ? ഈ തവളക്ക് എല്ലാത്തിനുള്ള പ്രത്യേകത ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോണ്ടല്ല അത് വീർപ്പിക്കുന്നുണ്ടാ. അത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാന്നാ പറയുന്നു. പക്ഷെ എന്ത് വലുതായാലും തവള തന്നെയല്ലോ അല്ലേ. അതിൻ്റെ അപ്പുറം വലുതാൻ അതിന് പറ്റുമോ? നമുക്ക് പിക്സിനെയും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊരു ടെമ്പററി സെറ്റപ്പാണേ. ഇതാ നമ്മള് പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഫ്രണ്ട് വിശാഖിൻ്റെ അടുത്ത് പോയിട്ട് കണ്ട ബുൾഫ്രോഗിനെ കണ്ടില്ല. വലുതാണ് കേട്ടോ, അത് നല്ല ഏജ് ഉണ്ട്. ഇത് ചെറുത്, പക്ഷെ അതിൻ്റെ തന്നെ ചെറുത് കണ്ടാ. ഇവന് നല്ല സൈസാവും കേട്ടാ. ഇവനിപ്പോൾ നമ്മൾ അന്ന് കാണിച്ചതിനേക്കാളും അത്യാവശ്യം സൈസ് വന്നിട്ടില്ലേ. എന്താ പറയുക, കൂറന്നെല്ലാം നല്ല അടി അടിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനത്തിനെ തന്നെ കഴിക്കുവേ. കാണുന്നില്ലേ? സൈസ് വന്ന് നല്ലോണം കയറിയിട്ടില്ലേ? വ്യത്യാസമില്ലേ? പൊളിയാണ്. അടുക്കട്ടെ. അപ്പോൾ നമ്മൾ 2 ടേർട്ടിലിനും കൂടി കാണിക്കാൻ നോക്കില്ലേ. അപ്പോൾ നമുക്ക് റെഡ് ഇയർഡ് സ്ലൈഡറിനെയും അതുപോലെ പിന്നെ നമ്മുടെ സൽക്കട്ടിനെയും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. സൽക്കട്ട് അത്യാവശ്യം നല്ല സൈസ് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ കണ്ട, നല്ല ആക്റ്റീവായില്ലേ? നമ്മളെ സീ ടേർട്ടിലിനെ പോലെ ഇല്ലേ ശരിക്കും കാണുമ്പോൾ? നല്ല രസമുണ്ടല്ലേ? നല്ല ശരിക്കും ഫ്ലൈ ചെയ്ത് പോകുന്ന പോലെ തന്നെയുള്ളത്. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്നില്ല വളർച്ച എന്നത് നമുക്ക് പറയാൻ ശരിക്കും പറ്റും കേട്ടോ. നമ്മൾ ഏകദേശം മനസ്സിലാണ്. ഇത്രയും വലുതായ നോക്കിയേ. നമ്മളിത് കൊണ്ടുവരുമ്പോൾ സൈസ് എല്ലാവർക്കും അറിയില്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വെയിറ്റും ഉണ്ട്, നല്ല സൈസും കയറിയിട്ടുണ്ട്. ഇത് ടേർട്ടിലല്ല കേട്ടോ, ഇത് ടോട്ടോയ്സ് ആണ്. ടോട്ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇതിന് ചെറിയൊരു ഹ്യൂമിഡിറ്റിക്ക് വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. ഇവർ വെള്ളത്തിലല്ല കേട്ടോ ജീവിക്കുന്നത്. ടേർട്ടിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വെള്ളത്തിൽ ജീവിക്കുന്നതല്ലേ. ടോട്ടോയ്സ് വെള്ളത്തിലില്ല. അതുപോലെ ഇവൻ പ്യുവർ വെജിറ്റേറിയൻ ആണ് കേട്ടോ. അത്യാവശ്യം സൈസ് കയറിയില്ലേ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ കൊണ്ടുവരുമ്പോൾ ചെറിയ സാധനമായിരുന്നില്ലേ. ഇവൻ നല്ലോണം കയറി. ഇത് അത്ര കയറിയില്ല, കുറച്ച്. അതുപോലെ UVL എടുത്ത് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ 12 മണിയാകുമ്പോൾ അത് ഓഫ് ആവും കേട്ടോ. പിന്നെ വൈകുന്നേരം 3 മണിക്കാണ് രണ്ടാമത് ഓണം. എല്ലാം ഓട്ടോമാറ്റിക് ടൈമർ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ജസ്റ്റ് നമുക്ക് പിന്നെ റെഡ് ഇയർഡ് സ്ലൈഡറിനെയും കൂടെ ഒന്ന് കാണാം. മുമ്പേ കാണിച്ചാണ്. അതിനകത്ത് 2 ആളെ നമ്മളൊരു പിന്നെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്താ കണ്ടന്റ് മൊത്തം കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഫുള്ള് വേണ്ട. എങ്ങനെയുണ്ട് അഭിപ്രായം? അടിപൊളി. നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളെ സബ്സ്ക്രൈബർ ആട്ടാ. ഇത് കാണാൻ അറിയട്ടെ.
ആൾക്കാർ ഇങ്ങനെ പെറ്റേത് ഇപ്പൊ ആൾക്കാർ ഇല്ലെങ്കിൽ ടെൻഷനാവും ഇപ്പൊ അല്ലേ? നല്ല മുടിയെല്ലാം കെട്ടി സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് ഒരാൾ തന്നെ. ഭയങ്കര ഇഷ്ടമാട്ടോ ആൾക്കാർക്ക് എല്ലാരെയും പറ്റാന്ന്. നമ്മുടെ 2 റെഡ് ഇയർ സ്ലൈഡർ രണ്ടാം അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ഉള്ളു കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ എടുത്ത് ചെയ്യലോട് കൂടിയിട്ട് പേരെന്താ? എല്ലാം കണ്ട കഴിക്കാൻ എല്ലാം കണ്ടോണ്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാ? കാണണ്ട ഏട്ടനാ? യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്. പെറ്റ് സ്റ്റേഷൻ വെച്ചാൽ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ്. ആദ്യമായിട്ട് വരുന്നതാ? ഓക്കെ. ഇല്ലേ മീനിൻ്റെ ഫീഡിങ് ഉണ്ട്, നമുക്ക് ചെയ്യാം. നല്ല രസം. ഭയങ്കര മൈൻഡ് റിലാക്സ് പുതിയ വരുന്നല്ലേ? ഫസ്റ്റ് ടൈം വരുന്നതാ? എങ്ങനെയുണ്ട്? എല്ലാം പറ്റാണ്. ചുവടിൽ എല്ലാ സാധനവും പറ്റാണ്. അവിടെ വരും ഇഷ്ടം. ഓക്കെ മീനെ കൊണ്ടിരട്ടെ. മീൻ്റെ ഇങ്ങോട്ട് എടുപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ എല്ലാ ആമനെയും കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.